ജീവൻ, മനസ്സ്. ജീവൻ പ്രാപഞ്ചികമായ ലക്ഷ്യത്തിനൊത്ത പൂർണ്ണതയോടെ വളർന്നു എന്ന് പറയാനാവുന്നത് അന്ധകാരതരമായ നിക്ഷിപ്തതകളെ എടുത്ത് വിനിയോഗിക്കാനുള്ള ശേഷി ആർജിക്കുന്ന കാലത്ത് മാത്രമായിരിക്കുകയും ചെയ്യും. ജീവനുകളിൽ സംഭവിക്കുന്ന ഓരോ ഘട്ടത്തിലെയും അനുഭവ വ്യതിയാനങ്ങളെയും ലക്ഷ്യബോധത്തിലെ പരിവർത്തനങ്ങളെയും പ്രപഞ്ച കാരണശേഷിയിലേക്കുള്ള ജീവന്റെ മുന്നേറ്റം കാലപ്രവാഹത്തിലൂടെ സംഭവിക്കുന്നതിന്റെ ദൃശ്യങ്ങളായി മാത്രമേ കാണേണ്ടതുള്ളൂ. പ്രപഞ്ചകാരണമായിരിക്കുന്ന മഹാജീവൻ തന്റെ പരമ്പരകളെ സൃഷ്ടിച്ച് അനന്താന്ധകാര മഹാശൂന്യതയിൽ വിന്യസിക്കുന്നതിന്റെ എണ്ണിയാലൊടുങ്ങാത്ത ഘട്ടങ്ങളായി മാത്രമേ ഭൂമിയിലെ ജീവപ്രവാഹത്തിന്റെ പരിവർത്തനങ്ങളെ കാണാൻ കഴിയൂ. ഭൂമിയിൽ ജീവിച്ച് അനുഭവിച്ച് പരിചയിച്ച് ആർജിക്കുന്ന ശേഷിയുടെ യോഗ്യത വ്യക്തമാവുന്നതിന് സാധ്യമാവുന്നത് ആ ജീവന്റെ ബാഹ്യമുഖമായ മനസ്സിന്റെ നിലവാരം വിലയിരുത്തുന്നതിലൂടെയാണ്. ജീവന്റെ പ്രവർത്തനശേഷിയും രീതികളും അനിവാര്യതകളും ലക്ഷ്യങ്ങളുമെല്ലാം വെളിപ്പെടുന്നത് മനസ്സിന്റെ നിലയിലൂടെയാണ്. ശരീരത്തിനുള്ളിൽ വസിച്ചുകൊണ്ടുള്ള ജീവന്റെ പ്രവർത്തനങ്ങളിലൂടെ അന്തിമമായി സംഭവിക്കുന്നത് ഊർജത്തിന് മനസ്സ് എന്ന നിലയിലുള്ള പരിവർത്തനമാണ്. അതായത് സാഹചര്യങ്ങളും അനിവാര്യതകളും സാധ്യതകളും കണ്ടറിഞ്ഞ് ജീവൻ ലക്ഷ്യം നിശ്ചയിച്ച് പ്രവർത്തിക്കുന്നത് മനസ്സിന്റെ ശേഷി ഉപയോഗിച്ചാണ്. മനസ്സ് മറ്റ് മനസ്സുകളുമായും ഏതുവിധ രൂപങ്ങളുമായും ഇടപെടുന്നതിലെ വിവേകവും യോഗ്യതായോഗ്യതകളും സംഭവിക്കുന്നത് ജീവന്റെ യോഗ്യതായോഗ്യതകൾക്ക് ആനുപാതികമായി മാത്രമായിരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ സംഭവിക്കുന്നതിന്റെ കാരണം മനസ്സ് എന്നത് ജീവനിൽ നിന്ന് വിഭിന്നമായി സ്വതന്ത്രമായ ഒരു നിലനിൽപ്പ് ആവുന്നേയില്ല എന്നതിനാലാണ്. ശരീരങ്ങൾ കൊണ്ട് പ്രത്യക്ഷത സാധ്യമാക്കി വ്യക്തത കൊടുക്കുന്ന ജീവനുകൾക്ക് സാധ്യമാവുന്ന നേട്ടങ്ങൾ, കോട്ടങ്ങൾ, സുഖ ദുഃഖങ്ങൾ എന്നിങ്ങനെ സകലതും എല്ലാ അർത്ഥത്തിലും അനുഭവിക്കുന്നത് ജീവൻ മാത്രമാണ്. മിക്കപ്പോഴും ഇത്തരം അനുഭവങ്ങളുടെ സാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്ന പ്രേരക ഘടകങ്ങളും പദ്ധതികളും സംഭവിക്കുന്നത് മനസ്സിന്റെ ഇടപെടലിലൂടെ ആയിരിക്കുകയും ചെയ്യുന്നു. അതായത് മനസ്സ് ശക്തമാകാത്തിടത്ത് മറ്റൊരു പ്രേരക ഘടകമോ ഇടപെടലുകളും പ്രവർത്തനങ്ങളുമായ വൈകല്യങ്ങളോ കാണാൻ ആവുകയില്ല. നാം ആയിരിക്കുന്ന ജീവികൾ ശേഷി കുറഞ്ഞവയും കൂടിയവയും ജീവൻ എന്ന നിലയിൽ ശരീരത്തിനുള്ളിൽ സ്ഥായീഭാവത്തിൽ വസിച്ചുകൊണ്ട് മനസ്സ് എന്ന വിദൂര സഞ്ചാര മാധ്യമവും ശേഷിയും ഉപയോഗിച്ച് ദൂരെയുള്ളവയെ സന്ദർശിച്ചും വിലയിരുത്തിയും ഇടപെടലുകൾ സാധ്യമാക്കുന്നുവെന്നാണ് കാണാനാവുക. അതായത് നാം ആയിരിക്കുന്ന ജീവന്റെ തന്നെ വിദൂര സംവേദന മാധ്യമമായ മനസ്സുപയോഗിച്ച് സ്വന്തം ശരീരത്തിൽ നിന്നകലെ ദൃശ്യവും അദൃശ്യവുമായ നിലനിൽപ്പുകളിൽ എത്തിക്കൊണ്ട് നിരന്തരമായി സംവേദനവും വിലയിരുത്തലും സാധ്യമാക്കുന്നു. എന്താണ് മനസ്സ് എന്നത് പക്ഷേ എന്താണ് ജീവൻ എന്നതുപോലെ ഇന്നും വിചാരപരമായ സങ്കീർണ സമസ്യയായി നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആധുനികമായ ശാസ്ത്രീയ മുന്നേറ്റങ്ങളുടെ ഭാഗമായി വികാസം പ്രാപിച്ച മനഃശാസ്ത്രം മനസ്സിന്റെ ഭാവവൈവിധ്യങ്ങളെ വിശകലനം ചെയ്യുന്നതിന് സാമാന്യമായി പ്രാപ്തി നേടിയിട്ടുണ്ട് എന്നതൊഴിച്ചാൽ എന്താണ് മനസ്സ് എന്ന് നിർവചിക്കുന്നതിൽ പരാജയമായി തന്നെ നിലകൊള്ളുന്നു. യുക്തിഭദ്രതയും തത്വചിന്തയും ഭൗതിക ശാസ്ത്രവും ആധ്യാത്മികവും ഒരുമിച്ചു ചേർത്ത് കാണാൻ ശ്രമിച്ചിരുന്ന ഭാരതീയ ചിന്ത പറയുന്നത് മനസ്സ് യാത്രക്കാരനായിരിക്കുന്ന ആത്മാവിന്റെ സാരഥി ആണെന്നാണ്. അതായത് പോയകാല ഭാരതീയ വിചാരം അനുസരിച്ച് തന്നെ ആത്മാവും മനസ്സും ശരീരത്തിൽ വസിച്ചുകൊണ്ട് സ്ഥിരമായ യാത്രയിലാണ്.
ജീവിതം എന്ന പ്രക്രിയ നിരവധിയായ അനുഭവങ്ങളും അനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിയുന്ന ആവശ്യങ്ങളും ലക്ഷ്യബോധവും ലക്ഷ്യം സാക്ഷാത്കരിക്കാനുള്ള പരിശ്രമങ്ങളുമാവുമ്പോൾ ജീവിതത്തെ യാത്രയെന്ന് മുനിമാർ വിശേഷിപ്പിച്ചത് ശരിയെന്നല്ലാതെ ഇന്ന് നമുക്കും പറയാനാവില്ല. ഇന്ദ്രിയങ്ങൾ കുതിരകളും ശരീരം രഥവും മനസ്സ് സാരഥിയും ആത്മാവ് യാത്രക്കാരനുമായി ഉപമയുടെ മുഴുവൻ ഭംഗിയോടെയും ഭാരതീയ ചിന്ത ജീവിതത്തെ ലക്ഷ്യവും അർത്ഥവുമായി കാണാൻ പഠിപ്പിക്കുന്നു. ആത്മാവ് എന്ന യാത്രക്കാരനെയും മനസ്സ് എന്ന സാരഥിയെയും വഹിക്കുന്ന ശരീരം എന്ന രഥം കർമ്മങ്ങൾ എന്ന പദങ്ങളിലൂടെ ജന്മാന്തരങ്ങൾ താണ്ടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ആധ്യാത്മിക ചിന്തകളിലെല്ലാം പാശ്ചാത്യമെന്നോ പൗരസ്ത്യമെന്നോ വ്യത്യാസമില്ലാതെ ആത്മാവും മനസ്സും ശരീരവും ജീവിതവുമെല്ലാം ഏകദേശമായ സമാനതകളോടെ നിലകൊള്ളുന്നു എന്ന് പറയാം. ഏറെ കാലങ്ങളെടുത്ത് തപോധനന്മാരിലൂടെ നിർമ്മിതമായി ക്രോഡീകരിക്കപ്പെട്ട ഭാരതീയ ആധ്യാത്മിക വിചാരത്തിൽ ആത്മാവിനെയും ജീവനെയും വേർതിരിച്ച് വ്യക്തതയോടെ വിവരിക്കുന്നുണ്ടെന്ന് പറയാനാവില്ല. ജീവൻ, മനസ്സ്, ആത്മാവ് വിചാരപരമായും ഭാവനാപരമായും മുന്തി നിൽക്കുന്നുവെങ്കിലും ജീവനും ജീവികളും ബ്രഹ്മാംശമാണെന്നും ബ്രഹ്മേച്ഛ മുഖാന്തരമായി ജനിച്ചു പ്രവർത്തിക്കുന്നു എന്നുമല്ലാതെ ഭാരതീയ വിചാരത്തിനും വ്യക്തതയോടെ ജീവനെക്കുറിച്ച് പറയാൻ കഴിഞ്ഞിട്ടില്ല. ബ്രഹ്മം എല്ലാമായിരിക്കുകയും എല്ലാത്തിനും കാരണമായിരിക്കുകയും ചെയ്യുന്നു. ആധുനിക ശാസ്ത്രം എന്ന സത്യമായ അറിവിന്റെ മുന്നേറ്റത്തിലൂടെ നമുക്ക് എത്തിച്ചേരാനാവുന്നതാണ് പ്രപഞ്ചത്തിൽ എവിടെയും എന്തിലും എന്തുമായി നിറഞ്ഞു നിൽക്കുന്നത് ഊർജം മാത്രമാണെന്ന യാഥാർത്ഥ്യം. സകലത്തിലും നിറഞ്ഞു നിൽക്കുന്നത് ഊർജം മാത്രമാണ്. നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയാതെ പരിവർത്തിതമാക്കാൻ മാത്രം കഴിയുന്ന നിലനിൽപ്പ്. നമ്മുടെ സ്വന്തം ശരീരത്തിൽ, പരിസരങ്ങളിൽ, വിദൂരങ്ങളായ ഏത് നിലനിൽപ്പിലും പ്രവർത്തനത്തിലും ഊർജമല്ലാതെ മറ്റൊന്നും വിഭാവനം ചെയ്യാൻ തന്നെ ഉണ്ടാവുന്നില്ല. നാമായിരിക്കുന്ന ജീവനുകളുടെ സാമാന്യമായ സ്വഭാവം നിരീക്ഷിച്ചാൽ തന്നെ അത് ഭാവവൈവിധ്യങ്ങളോടെയുള്ള ഊർജത്തിന്റെ സമന്വയം മാത്രമാണെന്നേ മനസ്സിലാക്കാൻ സാധിക്കൂ. നാം ഭക്ഷണം കഴിക്കുന്നു, ഊർജത്തെ ഉൾക്കൊള്ളുന്നു. അതിലൂടെയാണല്ലോ നാം ജീവനായി നിലനിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും. പ്രപഞ്ചം മുഴുവൻ ഊർജമായതുകൊണ്ടും നാം ഭക്ഷിക്കുന്നതും നിലനിൽക്കുന്നതും ഊർജത്തിന്റെ ഉപഭോഗവും നിലനിൽപ്പും ആയതുകൊണ്ടും നാം എന്നത് ഊർജത്തിന്റെ ഭാവവൈവിധ്യങ്ങളായുള്ള പരിണതിയാണെന്ന് സാമാന്യമായി മനസ്സിലാക്കാം. തീർച്ചയായും നമുക്ക് ആധുനിക ശാസ്ത്രം നേടിയെടുത്ത നവീനമായ അറിവ് എന്ന നിധി ഉപയോഗപ്പെടുത്തി ജീവൻ ഭൂമിയിൽ എങ്ങനെ ഉൽപ്പത്തിയാകുന്നുവെന്നും ജീവന് വളർച്ചാ വികാസങ്ങൾ സാധ്യമാകുന്നതിന്റെ കാരണമെന്തെന്നും യുക്തിയും ശാസ്ത്രവും വിചാരവും സമന്വയിക്കുന്ന അറിവായി തന്നെ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു.